നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രൂവിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ഉൾപ്പെടെ 3 പേർ സമ്മർദ്ദമായി രംഗത്തുണ്ട്. ഇവരിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നറിയാതെ ഉഴലുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഭരണത്തിൽ തുടർന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ 100-ലധികം സീറ്റുകളുമായാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF അധികാരമുറപ്പിച്ചത്. 10 വർഷത്തെ LDF ഭരണം സംസ്ഥാനത്തെ വികസന രംഗത്തും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടെന്നത് നിഷ്പക്ഷമതികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്ത് 5 വർഷം കഴിഞ്ഞാൽ ഭരണമാറ്റം എന്ന പതിവ് രീതിയെ തന്നെ തിരുത്തിക്കൊണ്ടാണ് LDF സർക്കാർ സംസ്ഥാനത്തെ ഭരണത്തിലിരുന്നത്. പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിച്ചത്. പ്രളയത്തെയും കോവിഡിനെയും എല്ലാം മറികടന്ന് സമസ്ത മേഖലകളിലും പുരോഗതിയുടെ കുതിപ്പുണ്ടാക്കുവാൻ കഴിയുകയും ചെയ്തു. ക്ഷേമപദ്ധതികളുടെ കാര്യത്തിൽ രാജ്യത്തിനാകെ കേരളം മാതൃകയായി. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും പാർപ്പിട രംഗത്തുമെല്ലാം വലിയ കുതിപ്പുണ്ടാക്കി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചപ്പോഴൊക്കെ തിരുത്തലുകൾ നടത്തി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് LDF കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നത്. അതുപോലെ കേരള നിയമസഭയിൽ BJPക്ക് 3 സീറ്റ് നേടാനായി എന്നത് അതീവ ഗൗരവം ഉള്ളതാണ്. ആ മണ്ഡലങ്ങളിൽ UDF 3-ാം സ്ഥാനത്താണ്. BJPക്കെതിരെ പൊരുതിയത് LDF ആണെന്ന് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഫെഡറലിസമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ശക്തമായ കരുത്ത്. എന്നാൽ അമിതമായ അധികാര പ്രയോഗത്താൽ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ തച്ചുടയ്ക്കുന്ന തരത്തിലാണ് BJP സർക്കാർ നീങ്ങുന്നത്. ഫെഡറൽ സംവിധാനത്തിന് ശത്രുക്കൾ തന്നെയാണ് BJP. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാനും ദുർബലപ്പെടുത്തുവാനും കേന്ദ്രം നിരന്തരം ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലും അവകാശങ്ങളിലും ഗവർണർ പദവി ദുരുപയോഗം ചെയ്ത് കടന്നു കയറുകയും ചെയ്യുകയാണ്. സംഘപരിവാരത്തിന്റെ ദീർഘകാല അജണ്ടകൾ നിറവേറ്റാൻ സഹായിക്കുന്നതാണ് 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെയും ഫെഡറൽ വിരുദ്ധ സമീപനങ്ങളുടെയും നടപടികളെയും ശക്തമായി ചെറുത്തിരുന്ന 3 സംസ്ഥാന സർക്കാരുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കേരളത്തിൽ LDFും തമിഴ്നാട്ടിൽ DMKയും ബംഗാളിൽ TMCയും നയിച്ചിരുന്ന സർക്കാരുകൾ പല മേഖലകളിലും കേന്ദ്ര നയങ്ങളുടെ ഇരകളായിരുന്നു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് വിധി നിർണയത്തിൽ നിർണായക ഘടകമായ മുസ്ലിം മതന്യൂനപക്ഷത്തെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയ്ക്ക് പുറത്താക്കിയതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ച് അതിരുകടന്ന ഇടപെടലുകളാണ് നടന്നത്. അസമിലാകത്തെ മോദി സർക്കാരിന്റെ കലവറയില്ലാത്ത പിന്തുണയോടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായ പരീക്ഷണശാലയുമാക്കി മാറ്റിയിരുന്നു. ബംഗാൾ പിടിച്ചെടുക്കുന്നതിനും അസമിന് മേൽ പിടിമുറക്കുന്നതിലും നിർണായകമായത് BJPയുടെ തീവ്ര ഹിന്ദുത്വ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകളും വസ്തുതകളും സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യം നാളിതുവരെ സംരക്ഷിക്കുവാനും മുറുകെ പിടിപ്പിക്കുവാനും ശ്രമിച്ച ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഭരണഘടനാ തത്വങ്ങളിൽ അധിഷ്ഠിതമായ നിയമവാഴ്ചയുടെയും എല്ലാ മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിന്മയുടെ തേരോട്ടമാണ് BJPയുടെ വിജയത്തിലൂടെ ഉണ്ടായത്. ജനയുഗം പൊളിറ്റിക് പ്രൂവിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.